വർണ്ണ ശബളത്തിൽ ആറാടിച്ചുകൊണ്ടിതാ കടൽ ഓടിയത് ആനകൾ ചീത്തയുണ്ടോ പറഞ്ഞോ ദാസപ്പനല്ലേ പോകുന്നത് ഗായ്സ് നമ്മുടെ ദാസപ്പൻ തോണ്ട പോകുന്നത് പോകണ്ടേ ലാസ്റ്റിലെത്താൻ അല്ലേടി അവസാനത്തെ ഒരു കുഞ്ഞാന കണ്ടോ എല്ലാം പോയി. അപ്പം ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം. ഓക്കെ, ആനയെ കണ്ടോ മോനെ? പേടിയൊന്നോ? പേടിച്ചോ? എടി ആരത്തും ആന മാത്രമുള്ളല്ലേ വലിപ്പം കൂടുതൽ? ആ ബാക്കി എല്ലാം കൊച്ചാനെ പോകുന്നു. പക്ഷേ
ഗൈസ് അങ്ങനെ നമ്മുടെ ഘോഷയാത്രയെല്ലാം കണ്ടതിന് ശേഷം എല്ലാം ഞങ്ങളിപ്പോൾ വേണ്ട നമ്മുടെ ഘോഷയാത്രയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. പ്രശ്നം ഏറ്റവും പുറകിലത്തിൽ ആനയുടെ കൂട്ടത്തിലാണ്. നിങ്ങളത് കൂട്ടി ആനയാണ് ചെറിയ രീതിയിലൊക്കെ ഒരു ഇടങ്കേറൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പേടിച്ച് പമ്മി പോവാം. ഞങ്ങൾ ഘോഷയാത്രയുടെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും പുറകിൽ ആനയുണ്ട്. അത് ഇച്ചിരി ഇതാണ് കേട്ടോ. അതേ ആനപ്പുണ്ടോ പടത്തിലൊക്കെ ചവിട്ടുന്നു. പുറകിൽ പോകുന്ന ആന ഇച്ചിരി സീനാണ് കേട്ടോ. കാരണം നീ പേടിക്കണ്ടോ, നിന്നെ ഒന്നും ചെയ്യത്തില്ലടാ ഗൈസ്. അനുഭവം പേടിച്ച് വരുക കേട്ടോ. നമ്മുടെ ഘോഷയാത്ര കഴിഞ്ഞിട്ട് ഇപ്പം വേണ്ട ഇരുട്ടി അമ്പലം എത്തിയില്ല. അമ്പലത്തിലോട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കൂടെയുള്ള ആനകളെല്ലാം മുമ്പിൽ ചെന്ന് ഈ ഒരു ആന മാത്രം പെതുക്കെ പോവാം കേട്ടോ. ഗൈസ് ഇത്രയും ക്യൂവിൻ്റെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി മാറ്റി വെച്ചിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങി കേട്ടോ. കാരണം നമ്മൾ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴെങ്ങും അമ്പലത്തിൽ ചെല്ലത്തില്ല. അമ്പലത്തിൽ ചെന്നിട്ട് കുടമാറ്റവും കാര്യങ്ങളൊക്കെ കേട്ടോ എല്ലാം കാണണ്ട. അപ്പോൾ ഞങ്ങൾ വണ്ടി മാറ്റി വെച്ചിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ നടക്കും കേട്ടോ. ലാസ്റ്റ് ഒരു ആന പോകുന്നുണ്ട് തൊട്ട് പുറകെ. ചുറക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ് ഒടുവിൽ നമ്മൾ തന്നെ നമ്മുടെ അമ്പലം എടുക്കാറായിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരം അമ്പലത്തിനോട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഗൈസ് നമ്മുടെ അമ്പലം അവിടെ കാണാം. പക്ഷെ നമുക്ക് നേരെ ഗ്രൗണ്ടിലോട്ട് പോകണം. വേറെ എന്ന് വെച്ചാൽ അവിടെ കുടമാറ്റമുണ്ട്. കുടമാറ്റം പോയി കണ്ടിട്ട് വേണം അമ്പലത്തിലോട്ട് കയറാം. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം നടക്കാൻ എത്ര മണിക്കൂറായി? എത്ര മണിക്കൂർ നടക്കാൻ തുടങ്ങിയിട്ട്? 1 മണിക്കൂറായി. പക്ഷേ ഇതുവരെയായിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടില്ല കേട്ടോ. ഗായ്സ് ഒടുവിൽ നമ്മൾ ഇതേണ്ട നമ്മുടെ തിരുവനന്തപുരം അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ പെട്ടുപോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണ്ട ഏറ്റവും പുറകിൽ നിന്ന് നമ്മുടെ കുടമാറ്റം കാണുന്നത് ആനയൊക്കെ വേണ്ട ദൂരെ കാണാം കണ്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ നേരത്തെ വരണം, അല്ലെങ്കിൽ ഇടിച്ച് കയറി ഇടയ്ക്ക് ചെല്ലണം. അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പം നേടെ ഇവിടെ നിന്ന് കുടമാറ്റം കാണാം. ഇങ്ങോട്ട് നോക്കി ഇത്രയും ജനങ്ങളുണ്ടോ. അല്ല കിടിലം പരിപാടി നടക്കുന്നത് കണ്ടോ. ഊട്ടി ഫ്രണ്ടിൽ പോകണോ? ഊട്ടി മോനെ ഗോഡ്ലിമോൻ ആകപ്പെടെ കളിപ്പില്ല കേട്ടോ. കണ്ടോ അവിടെയാണ് കുടമാറ്റം നടക്കാൻ പോകുന്നത്. നമുക്കിവിടെ ഒന്ന് കാണാം. ദൂരെ നമ്മുടെ കുടമാറ്റം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ അതാണ് നമ്മുടെ തിരുവനന്തപുരം അമ്പലത്തിലെ കുടമാറ്റം സ്റ്റാർട്ട് ചെയ്തിരിക്കും കേട്ടോ. നോക്കിയേ ഇപ്പം കുട മാത്രം വെച്ചേക്കണം. എനിക്കിതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എന്നാ നടുക്ക് നമ്മുടെ തൃക്കടവൂർ ശിവരാജുവാണ് നിൽക്കുന്നത് കേട്ടോ. അവൻ്റെ കുടയ്ക്ക് മാത്രം അവനാണ് തിടമ്പെടുത്തേക്കുന്നത്. അവൻ്റെ കുടയ്ക്ക് മാത്രം വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടോ ഞങ്ങൾ കാണുന്നത് ഈ പോസ്റ്റിൻ്റെ അവിടെ കേട്ടോ. ഏതാണ്ടോ ഈ പൊക്കത്തിൽ നിന്നാണ് നമ്മൾ പരിപാടി കാണുന്നത്. അല്ലേ കുട്ടി? അല്ലടി കൂട്ടുമ്പോൾ നീ കുടമാറ്റം കണ്ടുണ്ടോ? എപ്പോൾ കണ്ടോ? ആദ്യമായിട്ടല്ലേ? ഫസ്റ്റ് അല്ലേ? അറിയാം ഗൈസ്. നീ ഫസ്റ്റ് അല്ലേ കാണുന്നേ? ഗൈസ് ഞങ്ങൾ വേണ്ടേ ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ തിരുവനന്തപുരം അമ്പലത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ബാക്കിൽ നമ്മൾ കാണുന്നത് കണ്ടോ. നോക്കിയാൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുവാണ്. ഇവിടെ എല്ലാ ആൾക്കാർ നിൽക്കുവാണ്. ഇതൊക്കെ പുറമോട്ടൊക്കെ ആൾക്കാരുണ്ട് കണ്ടോ. കുടമാറ്റം കണ്ട് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുക കണ്ടോ. ചോക്കോബാർ നിങ്ങളേതാ മേടിച്ചേ? ചോക്കോബാറല്ലേ മോനേതാണോ മേടിച്ചത്? ഗ്രീൻ ആപ്പിൾ കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? എവിടെയാണോ? ഗായ്സ് ഞാനും ചോക്കോബാറാണ് മേടിച്ചാണ്ടോ. ഞങ്ങൾ കുടമാറ്റം കണ്ടുകൊണ്ട് കഴിക്കുക. ഗായ്സ് കുടമാറ്റം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും പകുതിക്ക് വെച്ച് പോവാം കേട്ടോ. കുഞ്ഞിനാണ് വയ്യ ക്ഷീണിച്ച്. ഞങ്ങളെല്ലാവരും ക്ഷീണിച്ച് ഞങ്ങൾ പോവാം കേട്ടോ. അതെ അതെ അല്ല അത് നമുക്ക് ഇനി നിർത്തണം. അങ്ങോട്ട് പോയിട്ട് വേണം പറയാൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ നമ്മുടെ തിരുവനന്തപുരം അമ്പലത്തിൻ്റെ അകത്തേക്ക് വരുക കേട്ടോ. ഇവിടെ എല്ലാം രസമാണ് കേട്ടോ. പരിപാടി കഴിഞ്ഞ് കുടമാറ്റവും ഗജമേളയൊക്കെ അവിടെ നടക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് വന്ന് ഇതാണ്ടോ പോട്ട് പൊളിയല്ലേ. കയറിവിടാം ഗായ്സ് ഒടുവിൽ ഞാനും കോട്ട്ലിമോനും ഒക്കെ തന്നെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കും. ഇവിടെ നോക്കിയേ കോട്ട്ലിമോന് വയ്യ വീട്ടിൽ പോകണമെന്ന് വഴക്കുണ്ടാക്കും കേട്ടോ. ഉത്സവം കാണാൻ വന്നിട്ട് ഇവിടെ തന്നെ കരയാന്നാണ് കേട്ടോ. നോക്കിയേ വീട്ടിൽ പോകണമെന്ന് കാര്യം അമ്മയെ കാണണമെന്ന്. ആനയെ കണ്ടിട്ട് പേടിച്ചിട്ടാണോ എന്തോ അങ്ങനെ കരയാന്നേ? അല്ല അവന് ബോറടിച്ചാണ് വീട്ടിൽ
ബോറടിച്ച് കക്ഷിക്ക് വന്നിരുന്ന് ബോറടിച്ചുകൊണ്ട് കക്ഷി കരയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അമ്പലത്തിനകത്തൂടെ ആന വരുമെന്ന് കേട്ട് അതും കൂടെ കണ്ടിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുക കേട്ടോ. പരിപാടി അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല, കിടിലം പരിപാടിയാണ് അല്ലേ. കണ്ടല്ലോ